പ്രിയപ്പെട്ടവരെ, ഇന്ന് മരണം മൂലം വേർപെട്ടു പോയ എല്ലാവരെയും പ്രത്യേകമായിട്ട് നമുക്ക് അനുസ്മരിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും നമ്മുടെ ജോസഫിയാടിൻ്റെ അപ്പനെയും ഈ വിശുദ്ധ ബലിയിൽ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനമാണ്. അപ്പച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രത്യേകമായ നിയോഗം നൽകപ്പെട്ടിരിക്കുന്നത് തൊഴിൽ നഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ്. തൊഴിൽ അന്വേഷിക്കുന്ന, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര്. ഇവിടെ എല്ലാവരുടെയും കഥകൾ ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രത്യേക യോഗമായി സമർപ്പിക്കാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരുണ്ട്. നമ്മുടെ അങ്കമാലി സ്മോണിൻ്റെ ആനിമേറ്റേഴ്സിൽ ബഹുമാനപ്പെട്ട വർഗീസ് മണവാളത്തിൻ്റെ ജന്മദിനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും ആഘോഷിക്കാം. വിവാഹത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്നവരുണ്ട്, നാമകേതുകത്തിരുന്നാൾ ആഘോഷിക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും വിശുദ്ധ ബലിയിൽ പ്രത്യേകമായി ഓർത്തുകൊണ്ട് നമുക്ക് ഈ കുർബാനയുടെ പ്രത്യേക യോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവായ ദൈവമേ, മരണം മൂലം വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യ രഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപത്തിൻ മോചനം
നിന്നിൽ ഞാൻ തേടുന്നു, നീയാണ് മോക്ഷവും പ്രത്യാശയും. കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായി എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു ഒളിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയും എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. തിമോഥെയോസിന് എഴുതിയ രണ്ടാം ലേഖനം 2-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ളത്. മിശിഹാ സഹോദരനെ അനുഗ്രഹിക്കുന്നു. എന്റെ മകനെ, നീ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അനേകം സഭകളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. യേശുക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിന്റെ ഇഷ്ടം നിറവേറ്റാൻ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. നിയമാനുസൃതം അനുസരിക്കാത്ത ഒരു കായിക അഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല. അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിന്റെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത്. ഞാൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നീ അവധാനപൂർവ്വം ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് എനിക്ക് തരുന്നു.
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 4 31 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളാണ്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനും ഈശോയെ തിരിച്ചറിയുന്നില്ല. തന്റെ മേൽ അധികാരം ഈശോയ്ക്കുണ്ടെന്നറിയുന്ന അയാള് ആ ശക്തിയുടെ അനുഭവത്തിലോ ഈശോയോട് പറയുന്നു, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. ഇത് കേട്ട് ഈശോ ശാസിക്കാതെ നിൽക്കുന്നില്ല. താൻ ആരാണെന്ന് ഏറ്റുപറഞ്ഞ് തൻ്റെ അധികാരവും ആധിപത്യവും ഏറ്റുപറയുന്നവനെ തിരുത്തേണ്ടടുത്ത് ഈശോ തിരുത്തുകയാണ്. ഈശോ പറഞ്ഞു, നീ മിണ്ടരുത്, അവനെ വിട്ടുപോകുന്നു. ശാസിക്കേണ്ടതിനെ തിരുത്തേണ്ടതിനെ തിരുത്താൻ ആത്യന്തികമായി ഈശോയുടെ അധികാരത്തിൽ ആയിരിക്കാനും നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അധികാരം തിന്മയുടെ ശക്തികളുടെ മേൽ, ആ തിന്മയുടെ ശക്തികൾ ഏറ്റുപറയുന്നത് കൊണ്ട് അവരെ അംഗീകരിച്ച് അവർക്ക് കീഴ്പ്പെടാനല്ല, തിന്മയുടെ ശക്തികളെ പുറത്താക്കാനുള്ള അവിടുത്തെ ആഹ്വാനം ഉൾക്കൊള്ളുവാൻ കഴിയട്ടെ. അനൗൺസ് ദ ഗുഡ് ന്യൂസ്, ഡിനൗൺസ് ദ ബാഡ് ന്യൂസ്, റിനൗൺസ് എവരിതിങ് ഫോർ ദ ഗുഡ് ന്യൂസ്. പിന്നെ അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനാമിലെത്തി സാബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം അധികാരത്തോടു കൂടിയതായിരുന്നു അവന്റെ വചനം. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങൾ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുതോ, അവനെ വിട്ടുപോകും. ആ പിശാച് ഒന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിതോ! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നു. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിൽ വ്യാപിച്ചു. കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം നൽകി നിത്യാശ്വാസം നൽകി അനുഗ്രഹിക്കണമെന്ന് മിശിഹായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് സ്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് മിശിഹായുടെ ശരീരങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണനിദ്ര പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരം തരണമെന്ന് ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സത്യഭാഗ്യത്തിൽ ഞങ്ങൾ വെട്ടിച്ചേരുവാൻ ഇടയാക്കണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മെ കാണുന്ന മതത്തെ പിതാവിനോട് വിളിച്ചാത്മായി നമ്മൾ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന വളരെ പ്രത്യേകമായ ദൗത്യം തിരിച്ചറിഞ്ഞ് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. തിന്മയുടെ ശക്തികള് പരിശുദ്ധനാണ് അങ്ങ് എന്ന് ഏറ്റുപറയുമ്പോഴും അങ്ങ് നിശബ്ദനാകുന്നില്ല. എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ഞങ്ങളെ പീഡിപ്പിക്കാനാണോ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും അങ്ങ് അവിടെ കാരുണ്യം കാണിച്ച് ആ തിന്മയുടെ ശക്തിയെ അവിടെ വച്ചു പൊറുപ്പിക്കുന്നില്ല. കർത്താവെ, തിന്മയ്ക്കെതിരെ നിലപാടുകൾ എടുക്കാനും കൃത്യതയോടും വ്യക്തതയോടും കാര്യങ്ങൾ പറയുവാനും ചെയ്യുവാനും അങ്ങനെ വളരെ ശാന്തതയിലേക്ക്, കർത്താവെ, വിടുതലിന്റെ ശാന്തതയിലേക്ക് അയാളെ കൊണ്ടുവരുവാനും അങ്ങയിടയാക്കിയല്ലോ. കർത്താവെ, തിന്മയുടെ ശക്തികളോടും കോംപ്രമൈസുകളല്ല, തെറ്റിനെ തെറ്റായി കാണാനും തിരുത്താനും അത് തരുന്ന ശാന്തതയും സ്വസ്ഥതയും സ്വന്തമാക്കുവാനും ഇടവരുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാടിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദ ചിന്തകളൊക്കെ തഴച്ചു വളരുമ്പോൾ കൃത്യതയുടെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും നീതിയുടെയും ഒക്കെ നിലപാടുകളോടെ നിലനിൽക്കുവാൻ കർത്താവേ, അങ്ങയുടെ സമൂഹത്തെ നീ ഉണർത്തി നിർത്തണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും മറിയത്തിന്റെയും പിതാവിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമീൻ ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ഉത്ഥാനം വഴി അന്ന് മഹത്വത്തോടെ ഏർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയതാനും തികഞ്ഞ സ്നേഹത്തോടും
ഉറച്ച വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നീയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലഹമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ആജ്ഞമേന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങളായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. തനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ നഗതൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ചു ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇതോ പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയും എടുത്തു കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തതോ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസറങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ
അങ്ങ് മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെയും അധിപതിയുടെയും അധ്യക്ഷനായ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, അതിരൂപതാ മെത്രാപ്പൊലീത്ത വികാരിമാർ ആന്റണി കരേലി മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, കരിസ്മാറ്റിക് കമ്മീഷൻ പിതാക്കന്മാർക്ക് വേണ്ടി, മറ്റെല്ലാം പുരോഹിതന്മാർ, സന്യാസിനി, പുരോഹിതാർത്ഥികൾ, സന്യാസാർത്ഥികൾ, ഏകസ്ഥർ, വിവാഹിതർ, മറ്റ് സമർപ്പിതർ, മിഷണറിമാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രോഗീ ശുശ്രൂഷകർ, സാമൂഹ്യ പ്രവർത്തകർ, ഉപകാരികൾ, മറ്റു പ്രേക്ഷകർ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന ഒന്ന് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും ഭക്തരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രതിനിമാവെന്ന് വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന അന്ന് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിയുവാൻ എല്ലാ മരിച്ചവർക്കും വേണ്ടി, പ്രത്യേകിച്ചും ഇന്ന് ചർമ്മവാർഷികം അനുസ്മരിക്കുന്നവർക്ക് വേണ്ടി, കർത്താവേ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നു, പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രിയപ്പെട്ട വർഗീസത്തിനെയോ നാമഹേതുകത്തിന്റെ നാൾ ആഘോഷിക്കുന്നു, വിവാഹത്തിന്റെ വാർഷികം ആഘോഷിക്കുന്നവർ, കർത്താവേ, ഇന്നത്തെ പ്രത്യേക നിയോഗം അത് തൊഴിലില്ലാതെ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ്. കർത്താവേ, തൊഴിൽ അന്വേഷിക്കുന്നവരാണ്, തൊഴിൽ സാധ്യതകൾ തടസ്സപ്പെട്ടതിന്റെ പേരിൽ നീങ്ങുന്നവരാണ്. കർത്താവേ, ജോലി അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് ഇന്നും അലയുന്ന മക്കൾക്ക് വേണ്ടി, കർത്താവേ, നിന്റെ മറ്റെല്ലാ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി, അയോഗ്യനും ബലഹീനമായ ദാസന് വേണ്ടിയും ഈ വിലയിൽ പങ്കുചേരുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. നമ്മളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അപേക്ഷിതന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കണം. ഈ ഓർമ്മയാചകത്തിൽ ദൈവബോധവകനെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണീയവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. തിന്മയുടെ ശക്തിയെ പുറത്താക്കിയപ്പോഴാണല്ലോ അവിടെ പ്രശാന്തതയുണ്ടായ. കർത്താവെ, അങ്ങ് തരുന്ന ശാന്തിയും സമാധാനവും ആസ്വദിക്കാൻ കർത്താവെ ഞങ്ങളും ഞങ്ങളുടെ എല്ലാ തിന്മകളെയും തിന്മയുടെ ശക്തികളെയും സാഹചര്യങ്ങളെയും പുറത്താക്കട്ടെ. കർത്താവെ, സമൂഹത്തിലും ശാന്തിയും സമാധാനവും കൈവരിപ്പാൻ അന്ധകാര ശക്തികളെ പുറത്താക്കാനുള്ള കരുത്തും ശക്തിയും അങ്ങയുടെ ആത്മാവിനാൽ നിറഞ്ഞു ഞങ്ങളെല്ലാവരും ആർജിക്കട്ടെ. അങ്ങയുടെ ഭരണവും അങ്ങയുടെ ശാന്തിയും അങ്ങ് തരുന്ന സമാധാനവും സമർത്ഥമാക്കപ്പെടട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു അങ്ങ് ദാസരുടെ പാനിയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളും ചിഹ്നത്തിനും മനുഷ്യരുടെ വലിയ പ്രത്യാശിക്കുന്നതിനെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും വന്നിച്ചു സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിനോ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്കെല്ലാവർക്കും ഭക്താചരണങ്ങളോടെ സമീപിക്കാം. ശരണത്തോടെ അപരാധങ്ങളെ പിന്തിരിച്ചുകൊണ്ട് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലപ്പിച്ചുകൊണ്ട് സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സാധനത്തിന്റെ നാഥരാജകത്തോട് കൃപയും പാപോദനവും യാചിക്കുകയും ചെയ്യാം. കഥകൾ പിടികെ സാക്ഷിയെ സ്വീകരിക്കാം. ആത്മാക്കളെ വ്യക്തമാക്കാം. ഐക്യത്തോടുകൂടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമാകട്ടെ. ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന ആവർത്തിക്കുമ്പോൾ അവിടുത്തെ രാജ്യം വരണം, അവിടുത്തെ ഭരണം വരണം, സകല തിന്മകളിലും നമുക്കും മനുഷ്യവർഗം മുഴുവനും സർവപ്രപഞ്ചത്തിനും സ്വാതന്ത്ര്യം വേണം. ദൈവത്തിന്റെ ഭരണത്തിലേക്ക് സകലതും വരാൻ ആഗ്രഹിച്ച സകലത്തിന്റെയും സൃഷ്ടാവിനെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം അനുഭവിച്ചുകൊണ്ട് നമുക്കൊന്ന് വിളിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശക്തനായ ദൈവമേ, നല്ലവനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപയിൽ നിന്നവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും രക്തങ്ങളിൽ പങ്കുപറ്റുവാനായി അനുഗ്രഹം വരുന്ന അങ്ങയുടെ തിരുമുമ്പിൽ കരുണ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലേക്ക് അങ്ങേ തള്ളി വരണമേ. ഉദാശയായി അങ്ങയെ സ്വീകരിക്കാൻ സാധിക്കാതെ ആത്മനാ അങ്ങയ്ക്കായി ആഗ്രഹിച്ച് ദാഹിക്കുന്ന ഓരോരുത്തരിലേക്കും അങ്ങയുടെ ഭരണം കടന്നു വരട്ടെ. അങ്ങയുടെ സാന്നിധ്യം സകല തിന്മകളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ കിട്ടുകയും അങ്ങ് തരുന്ന സ്വാതന്ത്ര്യവും സമാധാനവും സംലഭ്യമാവുകയും ചെയ്യട്ടെ.
നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകപ്പെടട്ടെ. ദൈവത്തിന്റെ ശരീരത്തിൽ സ്വീകരിച്ചതുകൊണ്ട് ആത്മവിശുദ്ധനം പ്രാപിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും നമ്മുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും നമ്മുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. മിശിഹായുടെ ശരീരവും പരിശുദ്ധാത്മാവിന്റെ പ്രഭാവത്താൽ സ്വതന്ത്രവും പരിശുദ്ധവും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മർത്യരായ ഞങ്ങളെ ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ കാരുണ്യപൂർവ്വം അംഗയോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച് വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയമായ നാമത്തെ എപ്പോഴും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി അമർത്യതയുടെ ഔഷധമായ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും മരണം മൂലം മരണത്തെ വിജയിച്ചവനാം കർത്താവേ, നിന്തിരുനാമം ചിരകാലം വാഴ്ത്തിപ്പാടി നമിക്കുന്നു. നാഥാ, നിന്നിൽ മരിച്ചാലും ജീവിച്ചിടും ചൊന്നു നീ, നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും വാഗ്ദാനം നൽകി നീ സ്വർഗം നേരിടും ഒരു നാളിൽ. മരണമടഞ്ഞവരെല്ലാരും നിന്നിൽ ജീവൻ ഉണരട്ടെ. അവരുടെ സ്മരണ ഉയർത്തിടുമീ വെളിയിൽ ചേർന്നവരെല്ലാരും കൃപയാലെന്നും നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ പരിപീഠമേ സുസ്ഥി. Yeah.
ലഭിക്കുന്നവരെ പ്രാർത്ഥിക്കാതെ സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളോട് പ്രതീക്ഷയായി നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും നിന്റെ കർത്താവിനെ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ല വരത്തു വലം ഭാഗേ ആകാശവും ഭൂമിയും നിന്നിലാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മാറ്റുകളെയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അങ്ങയുടെ ത്രിത്വത്തിന്റെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. കർത്താവേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും സുദർശനാവും. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരകൊള്ളണമേ. ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും നാഥ തിരുസന്നിധിയിൽ മഹിതാശതൻ പരിപാവനമാം ബലികൾ പോലെ വത്സലരാം സ്നേഹരും ഒരു പോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു ബലിപോൾ നാഥ ഗാഥത്തിൽ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ മകനാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു.
സമർപ്പിക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ദാസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നടത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, മരിച്ചവരെ ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സകലത്തിന്റെയും നാഥനന്ദവുമായ മിശിഹായി, അങ്ങയുടെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ച രക്ഷയിലായി കപടങ്ങൾ നിൽക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ മോചിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ഒരു ദിവസത്തിൽ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കി രാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേരവും ആരാധനയും